ഡോൾഫിൻ നോസ് വരുന്നത്. കൂണൂർ റെയിൽവേ സ്റ്റേഷൻ ആണ്. അതിമനോഹരമാണ് കേട്ടോ. ഇങ്ങനെ കോടയൊക്കെ കയറി വരുവേ. 9 മണിയായ കേട്ടോ. കാതറിൻ വാട്ടർഫോൾസ് ലാംസ് റോക്കിലേക്കാണ് ഈ പ്ലാന്റേഷനിൽ ഇറങ്ങിയായിരുന്നേ. വില്ലിംഗ്ടൺ ലേക്കിലും നമുക്ക് കൗണ്ടർ ഉണ്ട് കേട്ടോ. കൂണൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ബസ്സിനൊക്കെ ഇതവര് വില്ലിംഗ്ടൺ പൊറോട്ടയാണ് സൂപ്പും തന്നായിരുന്നേ. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. നമ്മളിതേ ഊട്ടി ടൗണിൽ കൂടെ കൂണൂരിലേക്കാണ് പോകുന്നത് കേട്ടോ. ഊട്ടിയിൽ എത്തുന്ന പലരും ഊട്ടി ട്രാഫിക്കിൽ പെട്ട് കറങ്ങി പോവാറാണ് പതിവ്. ഈ കൂണൂർ എന്ന് പറയുന്ന ടൗൺ ഊട്ടിയിൽ നിന്ന് മാറിയിട്ടാണ് കേട്ടോ. ഒരു 18 കിലോമീറ്റേഴ്സ് മാറിയിട്ടാണ് കൂണൂർ വരുന്നത്. ഈ ഒരു ഏരിയ അടിപൊളി വ്യൂസ് ആണ് നമുക്ക് കിട്ടുക. ഇവിടുത്തെ വ്യൂ പോയിന്റ്സിനെക്കാളും പോകുന്ന റൂട്ടാണ് അടിപൊളി. ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് ജേർണി സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക ആ ഒരു ടൈമിൽ ഇറങ്ങുക തന്നെ കേട്ടോ. അവിടുത്തെ വ്യൂ പോയിന്റ്സ് ഒക്കെ 9 മണിക്കായിരിക്കും ഓപ്പൺ ആക്കുക. നമ്മൾ ഈ റൂട്ടിലെ കാഴ്ചയൊക്കെ കണ്ടങ്ങ് എത്തുമ്പോൾ അവിടുത്തെ വ്യൂ പോയിന്റ്സ് ഒക്കെ ഓപ്പൺ ആയിട്ടും ഉണ്ടാവും. അതുപോലെ രാവിലെ പോയാലും നമുക്ക് ഒരു ട്രാഫിക്കും ഇല്ലാതെ എല്ലാ പ്ലേസിലും നിർത്തി ഫോട്ടോസൊക്കെ എടുത്ത് കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റും കേട്ടോ. അപ്പം നമുക്ക് തിരക്കിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഇതൊന്നും കാണാൻ പറ്റില്ല, ഫുള്ളി ട്രാഫിക് ആയിരിക്കും. കൂണൂർ റെയിൽവേ സ്റ്റേഷൻ ആണ് ഈ സൈഡിൽ കാണാം. അപ്പോൾ ഇതാണ് കൂണൂർ ടൗൺ. ഇവിടെ നിന്നൊരു 6 കിലോമീറ്റേഴ്സിലാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഡോൾഫിൻ നോസ് ഉള്ളത്. ഇനി അങ്ങോട്ട് നമുക്ക് അതിമനോഹരമായ കാഴ്ചകളാണ് കേട്ടോ കാണാൻ പറ്റുക. മഞ്ഞിൽ മൂടി നിൽക്കുന്ന തേയിലത്തോട്ടങ്ങളും കോടയും എല്ലാം നമുക്ക് ഈ റൂട്ടിൽ കാണാൻ പറ്റുമേ. ഈ റോഡ് കണ്ടില്ലേ, നമുക്ക് 2 വണ്ടിക്ക് കഷ്ടിച്ചു പോകാൻ പറ്റുന്നൊരു റോഡാണ് കേട്ടോ. അതുകൊണ്ടാണ് രാവിലെ തന്നെ ഇറങ്ങണമെന്ന് പറഞ്ഞത്. ട്രാഫിക് ആയാൽ ഈ റോഡിൽ കൂടെ പോകാൻ ഭയങ്കര കഷ്ടമാണ്. ഈ ടെമ്പോ ട്രാവലർ പോലത്തെ വണ്ടിയൊക്കെ വന്നാൽ ഭയങ്കര ബ്ലോക്ക് ആകും കേട്ടോ ഈ ഒരു റൂട്ട്. ഇവിടെ നിന്നാണ് നമ്മുടെ ടീ പ്ലാന്റേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റോഡിന്റെ മുകളിലും താഴെയും 2 സൈഡിലും നമുക്ക് ടീ പ്ലാന്റേഷൻ ആണ് കാണാൻ കിട്ടുക. ഇവിടെ നമുക്ക് ഇറങ്ങി ഫോട്ടോസ് എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫോട്ടോഗ്രാഫേഴ്സും ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ട്രഡീഷണൽ രീതിയിൽ നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുത്തു തരും. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള റൂട്ട് അതിമനോഹരമാണ് കേട്ടോ. 2 സൈഡും തേയിലത്തോട്ടവും ക്ലൗഡ് ബെഡ്സിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ട്രാവൽ ചെയ്ത് പോകുന്നൊരു ഫീലൊക്കെ നമുക്ക് കിട്ടും. ഇടയ്ക്ക് ഇങ്ങനെ കോടയൊക്കെ കയറി വരുവേ റോഡിൽ കൂടെ. തേയിലത്തോട്ടങ്ങൾ മാത്രമല്ല, ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളുള്ള മരങ്ങൾ നിറഞ്ഞ റോഡിൽ കൂടെ നമുക്ക് പോകാൻ കിട്ടുവേ. ഈ താഴെ കാണുന്ന റോഡ് ഫുള്ള് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഡോൾഫിൻ നോസ് വരുന്നത്. ഇതുവരെ കോടയൊന്നും ഇല്ലായിരുന്നു, പക്ഷെ അവിടെ നിന്ന് കോട കയറി വരുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റുവേ. പിന്നൊരു കാര്യം ഞാൻ എടുത്തു പറയാം, രാവിലെ വന്നുകൊണ്ട് മാത്രമാണ് നമുക്കിവിടെ പാർക്ക് ചെയ്ത് ഇറങ്ങി ഇതൊക്കെ കാണാൻ കിട്ടിയത് കേട്ടോ. ഇതുപോലെ കുറച്ച് ഹെയർ പിൻസ് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമുക്ക് ഡോൾഫിൻ നോസിലേക്കുള്ള എൻട്രൻസ് കേട്ടോ. പോകുന്ന വഴി തന്നെയാണ് ലാംസ് റോക്കും. അത് നമ്മൾ തിരിച്ചു വന്നപ്പോഴാണ് ഇറങ്ങിയത്. പോകുന്ന വഴി തന്നെ നമുക്ക് ടീ ഫാക്ടറി ഔട്ട്ലെറ്റ്സ് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. പക്ഷെ രാവിലെ ആയതുകൊണ്ട് അതൊന്നും ഓപ്പൺ ആയിട്ടില്ലായിരുന്നു. തിരിച്ചു വന്ന ടൈമിൽ ഇതൊക്കെ ഓപ്പൺ ആയായിരുന്നേ. ഈ ഒരു റൂട്ടിൽ ആകെ കഷ്ടിച്ച് 2 വണ്ടിക്ക് പോകാൻ പറ്റുന്നൊരു റൂട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, കാണുക എന്നുള്ളത് പീക്ക് ടൈമിൽ പോയാൽ നടക്കുന്ന ഒരു കാര്യമേ അല്ല കേട്ടോ. ഫൈനലി നമ്മൾ ഡോൾഫിൻ നോസിൻ്റെ പാർക്കിങ്ങിലെത്തിയേ. പാർക്കിങ്ങിൽ നിന്ന് ഇങ്ങനെ ഒരു വ്യൂ ആണ് കിട്ടുക. ഇവിടെ നിന്ന് അകത്തേക്ക് പോകുമ്പോൾ കുറച്ച് ഷോപ്സ് ഒക്കെ ഉണ്ട്. എല്ലാം ഓപ്പൺ ആയി വരുന്നതേ ഉള്ളൂ. കറക്റ്റ് 9 മണിയായപ്പോഴാണ് നമ്മളിവിടെ എത്തിയത്. അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ടെമ്പററി ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ. ഇവിടെ മെയിനായിട്ടുള്ളത് ഡോൾഫിൻ്റെ ഫേസ് പോലത്തെ ഒരു പാറയാണ്. ആ പാറയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തമിഴ്നാടിൻ്റെ ഒരു വിശാലമായ കാഴ്ചയാണ് കാണാൻ കിട്ടുക. അതായത് നമ്മൾ ഈ ഇറങ്ങി വന്ന റൂട്ടിലൊക്കെ നമ്മൾ കണ്ടത് ഇവിടെ ഒരു ഒറ്റ പോയിന്റിൽ നിന്ന് ഫുൾ വ്യൂ ആയിട്ട് കാണാൻ പറ്റും. ആ നേരെ കാണുന്നതാണ് കേട്ടോ കാതറിൻ വാട്ടർഫോൾസ്. ആ വാട്ടർഫോൾസും ഈ ഒരു പോയിന്റിൽ നിന്ന് നല്ല അടിപൊളിയായിട്ട് കാണാൻ കിട്ടുവേ. ലൈഫിൽ ഇനി നെക്സ്റ്റ് ടൈം പോകാൻ പറ്റുമെങ്കിൽ ഈ ഒരു വ്യൂ കാണാം നമുക്ക്. അവിടെ നിന്ന് ആ ഒരു വിഷമം മാറ്റാൻ ഒരു സുവനീറും വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ലാംസ് റോക്കിലേക്കാണ് പോകുന്നത്. വന്ന റൂട്ടിലെ നമുക്ക് ഹെയർ പിൻ തിരിച്ച് കയറണം കേട്ടോ. തിരിച്ചു പോകുന്ന വഴിയിൽ ഒരു ടീ പ്ലാന്റേഷനിൽ ഇറങ്ങിയായിരുന്നേ. കോട ഇങ്ങനെ താഴ്ന്ന് കയറി വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നേ. ലാംസ് റോക്കിൽ പോകുമ്പോൾ ചിലപ്പോൾ ഫുൾ കോടയായി മാറും. അങ്ങനെ നമ്മൾ ലാംസ് റോക്കിൻ്റെ എൻട്രൻസിലെത്തി കേട്ടോ. പക്ഷേ ഇവിടെ ആക്ച്വലി ഒരു ബാനർ വെച്ചിട്ടുണ്ടായിരുന്നു ഡോൾഫിൻ നോസ് ക്ലോസ്ഡ് ആയിരുന്നുള്ളത്. നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് നമുക്ക് അബദ്ധം പറ്റിയത്. എന്നാലും നമുക്ക് ഒട്ടും മിസ്സായിട്ടില്ല കേട്ടോ ആ ഒരു പോകുന്ന വഴിയിലെ വ്യൂസ് ഒന്നും.
ആക്ച്വലി കാടിന് നടുക്ക് ഈ ഒരു സ്റ്റോപ്പ് എത്തുമ്പോൾ ഗൂഗിൾ മാപ്പ് പറയും യു റീച്ച് യുവർ ഡെസ്റ്റിനേഷൻ എന്ന് കേട്ടോ. പക്ഷേ ഇവിടെ അല്ല, കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ പാർക്കിങ്ങും ടിക്കറ്റ് കൗണ്ടറും എല്ലാം നമുക്ക് കാണാൻ പറ്റുമേ. 40 റുപ്പീസിന് ടിക്കറ്റ് എടുത്താൽ നമുക്ക് ലാംസ്ട്രോക്കിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റും കേട്ടോ. ആക്ച്വലി നമ്മൾ ഫോറസ്റ്റിനുള്ളിൽ കൂടെ കുറച്ച് നേരം ട്രെക്ക് ചെയ്തിട്ട് വേണം ലാംസ്ട്രോക്കിൻ്റെ ടോപ്പ് വ്യൂ കാണാനായിട്ട് എത്താം. നല്ല തണുത്ത ക്ലൈമറ്റിൽ നൂഡിൽസൊക്കെ കഴിക്കാൻ പറ്റുമേ. താഴെ വരുന്ന വഴിയിൽ ഷോപ്സൊക്കെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നതാണ്. ഇവിടെ നമ്മൾ ചതിച്ചു ഗൈസ്, ഇവിടെ മഞ്ഞായിരുന്നു കേട്ടോ. കോട കയറിയിട്ട് അങ്ങോട്ടുള്ള വ്യൂ ഒന്നും കാണാൻ പറ്റാണ്ടിരിക്കുകയായിരുന്നു. ലാംസ്ട്രോക്കിൽ ഇവിടെ നല്ലൊരു വ്യൂ ആയിരുന്നു കിട്ടേണ്ടിയിരുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് വ്യൂ ഒന്നും കിട്ടാനില്ല. സോ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് ട്രക്ക് ചെയ്ത് നമ്മളിനി അടുത്ത് കൂണൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ബട്ട് ഈ ഒരു തണുത്ത ക്ലൈമറ്റിൽ കൂടെ ഫോറസ്റ്റിൽ കൂടെ നടക്കാനൊരു പ്രത്യേക സുഖമാണ് കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ നല്ല തെളിഞ്ഞ ക്ലൈമറ്റ് ആയിരുന്നേ. തിരിച്ചു വന്നപ്പോൾ കോട നിറഞ്ഞ റോഡായി കേട്ടോ. അതുപോലെ ട്രാഫിക്കും വന്നു തുടങ്ങി, വണ്ടികളും കൂടി തുടങ്ങിയായിരുന്നേ. ഫുൾ കോട കൊണ്ട് മൂടി തുടങ്ങി കേട്ടോ. കോട താഴെന്ന് കയറി വരുന്ന വ്യൂ നമുക്ക് കാണാം. അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ ഫുൾ പച്ചപ്പായിട്ട് ടീ പ്ലാന്റേഷൻസ് ഒക്കെ കണ്ടായിരുന്നു. കൂണൂർ റെയിൽവേ സ്റ്റേഷൻ കാണുന്നതിന് മുന്നേ വില്ലിംഗ്ടൺ ലേക്കിലും നമ്മൾ പോയായിരുന്നേ. ഊട്ടി ലേക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ. ലേക്കിന്റെ സൈഡിലായിട്ട് കുഞ്ഞ് റാബിറ്റ്സിനെയൊക്കെ വളർത്തുന്നുണ്ട്. കുട്ടികളൊക്കെ ആയിട്ട് വരാൻ പറ്റിയൊരു നല്ല പാർക്കാണ് കേട്ടോ ഇത്. എൻട്രൻസിലായിട്ടൊരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് കേട്ടോ. 20 റുപ്പീസ് ആണ് എൻട്രി ഫീസ് ആയിട്ട് അവർ ചാർജ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബോട്ടിംഗ് ചെയ്യണമെങ്കിൽ ആ ഒരു ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്. ഈ ഒരു ലേക്കിൻ്റെ സൈഡിലായിട്ട് ഡക്കിനെയൊക്കെ അവർ വളർത്തുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റോൺസ്, പല വെറൈറ്റി സ്റ്റോൺസിൻ്റെ ഒരു എക്സിബിഷൻ പോലെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ക്യൂട്ട് ലിറ്റിൽ ലേക്കാണ് കേട്ടോ. ഊട്ടി ലേക്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നേ നമ്മൾ പോയ സമയത്ത്. പിന്നെ അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട്. ഇവിടെ ആണെങ്കിൽ ചെറിയൊരു ബോട്ടിങ് മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ നല്ലൊരു കാമായിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലേക്ക് വ്യൂ ആയിരുന്നേ ഇത്. ഇവിടെ നിന്ന് നേരെ നമ്മൾ കൂണൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയത് കേട്ടോ. ഊട്ടിയുടെ ടോയ് ട്രെയിൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലേ. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് IRTCയുടെ സൈറ്റിൽ നിന്ന് നമുക്ക് ബുക്ക് ചെയ്യാം. പക്ഷെ അത് എപ്പോഴും ഫില്ലായിരിക്കും കേട്ടോ. ടിക്കറ്റ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ഈ കൂണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഡയറക്റ്റ് വന്നാൽ ടിക്കറ്റ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. ഒരുപാട് പഴക്കമുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ്. അതുപോലെ തന്നെ ക്യൂട്ടായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുമുണ്ട്. നമുക്ക് ഈ ഒരു സ്റ്റേഷനിൽ പോയാൽ ട്രെയിൻ കിടക്കുന്ന വ്യൂ നമുക്ക് കാണാൻ പറ്റും. ട്രെയിനിൻ്റെ ടൈമിങ്സ് പുറത്തൊരു ബോർഡിലായിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിംഗ് വെച്ചിട്ടാണ് ട്രെയിൻസ് വരെയും പോകാൻ ചെയ്യാറ്. നമ്മളവിടെ നിന്ന ടൈമിൽ നീലഗിരിയുടെ സ്പെഷ്യൽ ട്രെയിൻ ആയിട്ടുള്ള സ്റ്റീംഡ് എൻജിനുള്ള ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നേ. ഇത് ഇവർ ട്രഡീഷണലായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റീം എൻജിനാണ് കേട്ടോ. ബാക്കിയുള്ള ട്രെയിൻസിനൊക്കെ ഇതവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ട്രെയിനിന് മാത്രമേ ഇപ്പോൾ ഇതിവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇവിടെ നേരെ നമ്മൾ ഹോട്ടൽ രാമചന്ദ്രയിലേക്കാണ് പോയത്. കൂണൂറിൽ തന്നെയാണ് ഇതുള്ളത്. 1957 തൊട്ട് ഇവിടെ ഉള്ളൊരു ഹോട്ടലാണ് കേട്ടോ. ഇവിടുത്തെ മസ്റ്റ് ട്രൈ എന്ന് വ്ളോഗേഴ്സ് എല്ലാം പറയുന്ന വില്ലിംഗ്ടൺ പൊറോട്ടയാണ് നമ്മൾ ട്രൈ ചെയ്തത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ദെൻ മട്ടൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. അത് അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തൊരു ടേസ്റ്റുള്ളൊരു മട്ടൻ ബിരിയാണി. പിന്നെ ഇവരുടെ തന്നെ ഒരു സൂപ്പും തന്നായിരുന്നേ. അത് അടിപൊളിയായിരുന്നു കേട്ടോ, ചിക്കൻ സൂപ്പ്. നമ്മുടെ കൂണൂർ ജേണി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.